പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 8ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. കാരണം വെള്ളപ്പൊക്കം കൊണ്ട് അപ്പൊ നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. അതിന് കാരണം വെള്ളപ്പൊക്കം കൊണ്ട്. കാര്യം ആവശ്യാനുസരണം തടികൾ വെട്ടിയെടുക്കാമായിരുന്നു. ഇതില് കാരണം ശരിയാണ്, പക്ഷെ കാര്യം തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചി മീൻ തിന്നാറുണ്ടോ? ഇല്ല. പുല്ല് തിന്നാറുണ്ടോ? അടിവരയിട്ട ചോദ്യത്തിൽ പ്രകടമാകുന്ന ഭാവം ഏതാണെന്നാണ്. അത് പാല് കുടിക്കാറുണ്ടോ? മുട്ട തിന്നാറുണ്ടോ? അതുപോലെ എന്താണ്, ഇറച്ചി മീനും തിന്നാറുണ്ടോ? ഇതൊക്കെ എന്താണ് ചോദിക്കുന്നത്? പരിഹാസമാണ്. അപ്പൊ ഇതെല്ലാം ഒരു പരിഹാസം രൂപേണ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രകടമാവുന്ന ഭാവം പരിഹാസമാണ്. പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടാണ്. മടിയുണ്ടെങ്കിലും, മടി പ്ലസ് ഉണ്ടെങ്കിലും എന്നാണ് എഴുതിയിരിക്കണേ. യു എന്നുള്ളിടത്ത് ഉണ്ടെങ്കിലും ഊ വന്നാലാണ് അത് എന്തായുള്ളൂ കറക്റ്റ് ആവുള്ളൂ. യാ വന്നാൽ ഊ ആയിരിക്കണം എഴുതേണ്ടത്. ഹൃദയത്തിൽ, ഹൃദയം പ്ലസ് ഇൽ, ഹൃദയത്തിൽ, അത് ശരിയാണ്. ഇണക്കിളി, ഇണക്കിളി തെറ്റാണ്. അടുത്തത് ശ്രവിച്ചുവെങ്കിലും, ശ്രവിച്ചു പ്ലസ് വെങ്കിലും അല്ല, തെറ്റാണ്, എങ്കിലും. അപ്പോൾ ഹൃദയത്തിൽ, ഹൃദയം പ്ലസ് ഇൽ എന്നുള്ളതാണ് എന്ത് ശരിയായ ഉത്തരം. ഇനി 8ൽ 10, കാട്ടിൽ 10, നാട്ടിൽ 10 അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 8ൽ 10, കാട്ടിൽ 10, നാട്ടിൽ 10. അതായത് നാട്ടിൽ 10 വർഷം രോഗികളെ ചികിത്സിക്കണം. ഓപ്ഷൻ ബി ആണ് അതിനുത്തരം. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ: അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക എന്നുള്ളതാണ്. അമ്മ കോലായിലെ അരമതിലിന്മേൽ വച്ചിരുന്ന അവരുടെ കൊച്ചുരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ചു കൊടുത്തു. അവർ അടക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു. ഇത് അർത്ഥവ്യത്യാസം വരാതെ, ഈ അർത്ഥത്തിന് ചേഞ്ച് ഒന്നും വരാതെ ഇത് ഒറ്റ വാക്യമാക്കുക. ഇതിപ്പോൾ 2 വാക്യമായിട്ടാണ് തന്നേക്കണത്. ഇത് ഒറ്റ വാക്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്? കോലായിലെ അരമതിലിന്മേൽ വച്ചിരുന്ന കൊച്ചുരൽ അമ്മമ്മ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ചു കൊടുക്കുകയും അവരതിൽ അടയ്ക്കുകയും വെറ്റിലയും ചതയ്ക്കുകയും ചെയ്തു. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല അല്ലേ? അവിടെ നമ്മൾ എന്താണ് ചൂണ്ടിക്കാണിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞത്. ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനതെടുത്ത് അവരുടെ മുമ്പിൽ വച്ചു കൊടുത്ത് അവർക്ക് അടയ്ക്കയും വെറ്റിലയും അവർ മുമ്പിൽ വച്ചു കൊടുക്കുകയും അവർ അടയ്ക്കയും വെറ്റിലയും അതിലിട്ട് ചതയ്ക്കുകയും ചെയ്തു അല്ലേ? അപ്പം അങ്ങനെ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ സെന്റൻസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 6ാമത്തെ ചോദ്യം: അപ്പോൾ ഞാൻ ചൊല്ലി, തോട്ടക്കാരി നിൻ വാത്സല്യത്തിന് അത്ഭുത വർഷം പോലുമെൻ കൂടുമോക്കില്ലത്. കവി ഭാര്യയെ തോട്ടക്കാരി എന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഈ കവിതയില് കവി ഭാര്യയെ തോട്ടക്കാരി എന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? വീട്ടിലെ പൂന്തോട്ടം വെള്ളവും വളവും നൽകി പരിപാലിക്കുന്നത് കവിയുടെ ഭാര്യയാണ്. അപ്പൊ അവളുടെ പരിചരണത്തിൽ വാടിപ്പോയ ചെടികളെല്ലാം പൂർവാധികം ഭംഗിയോടെ പൂന്തോട്ടത്തെ മനോഹരമാക്കും. അതുപോലെ അവളുടെ സ്നേഹവും കരുതലും പരിചരണവുമാണ് വീടിനെയും മനോഹരമാക്കുന്നത്. അതുകൊണ്ടാണ് തോട്ടക്കാരി എന്ന് കവി ഭാര്യയെ വിളിച്ചത്. തോട്ടക്കാരി എന്ന് ഭാര്യയെ വിളിക്കാൻ കാരണം അവൾ ചെടികളെയും ഇതിനെയൊക്കെ വാടാതെ ഒക്കെ സൂക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അതുപോലെ തന്നെയാണ് അവളുടെ വീടും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് തോട്ടക്കാരി എന്ന് വിളിച്ചത്. 7ാമത്തെ ക്വസ്റ്റ്യൻ: എൻ്റെ സംശയം അടിസ്ഥാനമില്ലാത്തതായിരുന്നു. കൃപാകാരൻ ഇങ്ങനെ ചിന്തിക്കുവാൻ കാരണം എന്തായിരുന്നു? വ്യക്തമാക്കുക. എൻ്റെ സംശയം അടിസ്ഥാനമില്ലാത്തതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? 80 വയസ്സായ അമ്മമ്മ പഴയ കാലത്തെ ശീലങ്ങൾ വച്ചു പുലർത്തുന്ന ഒരാളാണ് എന്ന ചിന്താഗതിയായിരുന്നു കൃപാകാരന്. വീട്ടിലെത്തിയ അമ്മാമ്മയെ ആ രീതിയിലാണ് കുടുംബാംഗങ്ങൾ പരിഗണിച്ചത്. വിദേശിയും സ്വദേശിയുമായ ഭക്ഷണ വിഭവങ്ങൾ നിരത്തിയ തീന്മേശയിൽ അവർ കഴിക്കാനിരിക്കുമോ എന്ന് ശങ്കിച്ചിരുന്ന കൃപാകാരനെ
അമ്പരിപ്പിച്ചുകൊണ്ട് അവർ മേശയിലിരുന്ന് നൂഡിൽസ് കഴിച്ചു. അതെല്ലാം തനിക്ക് പരിചിതം എന്ന രീതിയിലാണ് അമ്മ പെരുമാറിയത്. അപ്പൊ 80 വയസ്സായ അമ്മ പഴയ കാലത്തെ ശീലങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അവർ പുതിയ മോഡേൺ ചിന്താഗതിയിലേക്ക് അവർ മാറിയിട്ടില്ല. അപ്പൊ അമ്മമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മമ്മ എന്താണ്, ന്യൂ ജനറേഷൻ പോലെ വന്നിരുന്ന എന്താണ് നൂഡിൽസ് ഒക്കെയാണ് അവര് കഴിച്ചത്. അപ്പൊ തനിക്ക് ഇതൊക്കെ പരിചിതം എന്ന രീതിയിലാണ് അമ്മ പെരുമാറിയത്. ഇനി ബി ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. വളരെ നാളായി മിടിക്കുന്നു ഞാൻ പഴയ കൂട്ടിയിലണക്കല്ലേ ഒപ്പം മിടിക്കുന്നത്. വരികളുടെ ആശയം വിശദമാക്കുക. വളരെ നാളായി മിടിക്കുന്നു ഞാൻ പഴയ കൂട്ടിലിണയ കിളി പോലെ. അപ്പോൾ ആശയം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ? കൂട്ടിലടിച്ച കിളിയോടാണ് ഹൃദയം സ്വയം താരതമ്യം ചെയ്യുന്നത്. ശരീരമാകുന്ന കൂട്ടിനുള്ളിലാണ് എന്തുള്ളത്? ഹൃദയത്തിന്റെ ഇരിപ്പ്. കൂട്ടിൽ കിടക്കുന്ന കിളിയുടെ ആഹാരം യജമാനൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രമാണ്. ഹൃദയത്തിന്റെ ഉടമസ്ഥൻ അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലിയാണെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം മികച്ചതായിരിക്കുകയും ചെയ്യും. അതായത് നമ്മളുടെ കൂട്ടിലടിച്ച കിളിയെപ്പോലെയാണ് എന്ത്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ശരീരമാണ് അതിന്റെ കൂട്, ഹൃദയത്തിന്റെ കൂട് എന്ന് പറയുന്നത്. അതിലടച്ച കിളിയെ പോലെയാണ് ഹൃദയം. അപ്പോൾ കിളി കൂട്ടിലടച്ചാണ് കിളിക്ക് ആശ്രയിക്കുന്നത് അതിൻ്റെ യജമാനൻ കൊടുക്കുന്ന ഭക്ഷണവും മറ്റൊക്കെയാണ് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. എന്ന പോലെ നമ്മളുടെ ശരീരം അനാരോഗ്യകരമായ രീതിയിൽ, അതായത് ആരോഗ്യപരമല്ലാത്ത രീതിയിൽ എന്ത് കഴിച്ചാലും അത് എന്തിനെ ബാധിക്കും? നമ്മുടെ ഹൃദയത്തെ ബാധിക്കും. നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും മികച്ചതായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആ വരികളുടെ ആശയമെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുവച്ചു വിട്ടു. തിരികെ തനിയെ കാർ ഓടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മ എന്ന ബോധവാനാക്കിയിരുന്നു. അമ്മ എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മയെ തിരികെ കൊണ്ടുവിട്ടു മടങ്ങി വന്ന ദിവസം കൃപാകാരൻ എഴുതിയ ഡയറി കുറിപ്പ് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെന്ന് എഴുതാം. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? കോളമൊക്കെ വരച്ചിട്ട് എന്താണ് ഡയറി അല്ലേ, ഡയറിയുടെ തീയതി, ഡേറ്റ്, ഡേ എഴുതണം, ദിവസം എഴുതണം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഡയറി എഴുതുക? അമ്മമ്മയെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇന്നത് നിറവേറി. അമ്മമ്മയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള എൻ്റെ പല ധാരണകളും തിരുത്തപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. പഴമയുടെ ലോകത്താണ് അമ്മമ്മയുടെ ജീവിതമെന്നും അമ്മമ്മ സ്നേഹിക്കുന്നത് പഴമയായിരിക്കുമെന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷേ മാറുന്ന ലോകത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നയാളാണ് അമ്മമ്മ. ലോകത്തെക്കുറിച്ച് ശരിയായ ധാരണ അമ്മമ്മയ്ക്കുണ്ട്. സ്വീഡനിലെ പോപ്പ് സംഗീതജ്ഞരായ അപ്പയുടെ സംഗീതം വായിക്കാൻ അമ്മമ്മ പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അമ്മ പോപ്പ് സംഗീതം കേൾക്കണമെന്ന് പറയുമെന്ന് ആരും കരുതിയില്ല. കുറച്ച് ക്രിസാന്തമം കൂടി പൂന്തോട്ടത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോഴും നൂഡിൽസും ചിക്കൻ ചില്ലിയും കഴിക്കാൻ എടുത്തപ്പോഴുമെല്ലാം ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ അമ്മമ്മയ്ക്ക് ബാക്കിയുണ്ട്. അതൊക്കെ സാധിച്ചു കൊടുക്കണം. കുറച്ച് ദിവസം കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്തായാലും മനസ്സ് നിറഞ്ഞ ഒരു അനുഭവം. അങ്ങനെ എഴുതി ഡയറി പൂർത്തിയാക്കുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ദത്തപ്രയത്നം എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം ഉചിതമാണെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദത്തപ്രയത്നം എന്ന ഹെഡിങ് പാഠഭാഗത്തിന് എത്രത്തോളം യോജിക്കുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗീരഥന്റെ പ്രയത്നം പോലെയായിരുന്നു ഡോക്ടർ MS വല്യത്താൻ നടത്തിയ വാൽവ് നിർമ്മാണം. ഗംഗയെ ഭൂമിയിൽ എത്തിക്കാൻ 60,000 വർഷം പ്രയത്നിച്ചിട്ടും ഫലമില്ലാതെ ഭഗീരഥൻ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങിയ പോലെയായിരുന്നു ഈ പ്രയത്നം. 1982 വാൽവ് വികസിപ്പിക്കാനുള്ള ശ്രമം ശ്രീചിത്രയിൽ തുടങ്ങുന്നത്. നീണ്ട 7 വർഷം വേണ്ടി വന്നു ശ്രീചിത്ര വാൽവ് സഫലമാക്കാൻ. ആദ്യ 3 മോഡലും പരാജയപ്പെട്ടു.
ഒരു ഡസൻ ആടുകളിൽ പരീക്ഷിച്ച ശേഷമാണ് വാൽവ് ശരിയായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കാനായത്. വാൽവ് വികസന ശ്രമത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പൊതുവെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുതിർന്ന ഡോക്ടർമാർ പോലും പരസ്യമായി അങ്ങനെ പ്രതികരിച്ചിരുന്നു. ഈ പരിഹാസങ്ങളിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ട് പ്രതിസന്ധികളെ മറികടന്ന് ഒടുവിൽ അദ്ദേഹം ലക്ഷ്യത്തിലെത്തി. ഈ പരിശ്രമങ്ങൾ ഭഗീരഥ പ്രയത്നത്തെ അനുസ്മരിപ്പിക്കുന്നതിന് ശീർഷകം ഉചിതമാണ്. അപ്പോൾ ഭഗീരഥ പ്രയത്നം എന്നത് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്തെന്ന് പറയുന്നത്, ഡോക്ടർ MS വല്യത്താൻ നടത്തിയ വാൽവ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവസാനം അത് സഫലീകരിച്ച് എടുത്തത്. അപ്പോൾ ഈ പരിശ്രമങ്ങളെല്ലാം ഒരു ഭഗീരഥ പ്രയത്നത്തെ അനുസ്മരിപ്പിക്കുന്നതിനാൽ ഈ ശീർഷകം ഇതിന് വളരെയധികം അനുയോജ്യമാണ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത് എത്രത്തോളം അനുയോജ്യമാണെന്ന് എഴുതാവുന്നതാണ്, ഉചിതമാണെന്ന് എഴുതാവുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. കൃപാകാര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് എല്ലാം അറിയാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ഇംഗ്ലീഷ് വെജ് അവയുണ്ടെങ്കിൽ അതും വയ്ക്കും. സൂചനകളും കഥയും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക. അപ്പൊ അമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണമാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് അമ്മമ്മ എന്ന കഥയിൽ ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അമ്മമ്മ. പ്രായമാകുന്നവരുടെ പലരും വേവലാതികളും അസുഖങ്ങളുമായി ജീവിക്കുന്ന പുതുതലമുറയുടെ മനോഭാവങ്ങളെ വിമർശിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തയായ അമ്മമ്മയാണ് ഈ കഥയിൽ കാണാൻ കഴിയുക. അതായത് ന്യൂ ജനറേഷൻ അമ്മമ്മയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുക. പഴയ ജീവിത രീതികളും മൂല്യങ്ങളും പിന്തുടരുമ്പോഴും പുതിയ സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും അവർ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് പഴയ ജീവിത രീതികളും മൂല്യങ്ങളുമാണ് അവർ പിന്തുടരുന്നതെങ്കിലും അവർ പുതിയ സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും അവർ അനുകൂലിക്കുന്നു, സ്വാഗതം ചെയ്യുന്ന കൂടിയുണ്ട്. അവർക്ക് മലയാളം നന്നായി അറിയാം, കുറച്ചൊക്കെ ഇംഗ്ലീഷും അറിയാം. മദിരാശിക്ക് കൊണ്ടുപോകാമെന്ന് കൃപാകാരൻ പറഞ്ഞപ്പോൾ മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണമെന്നാണ് അമ്മമ്മയുടെ നിലപാട്. അതുപോലെ അപ്പയുടെ പോപ്പ് സംഗീതമാണ് അമ്മമ്മയ്ക്ക് താല്പര്യം. പുതിയ കാലത്തിന്റെ അഭിരുചികൾ ആസ്വദിക്കുകയും അവർക്ക് മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് അമ്മമ്മ. പുതിയ കാലത്തിന്റെ എല്ലാ സാധ്യതകളെയും അമ്മ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു, ജീവിതം നിറമുള്ളതാക്കുകയും ചെയ്യുന്നു. എന്നാണ് അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള അതിൻ്റെ നിരൂപണം. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിശേഷണം സിന്ധുമ്മയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. അല്ലെങ്കിൽ അതാണ്. അപ്പോൾ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിശേഷണം സിന്ധുമ്മയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു, നിങ്ങളുടെ നിരീക്ഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യന് എങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കാം. 19 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട, എന്നാൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ ജീവിതം നയിച്ച അതിജീവനത്തിന്റെ മാതൃകയാക്കി മാറ്റിയ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഹെലൻ കെല്ലർ. എല്ലാവർക്കും പ്രചോദനമായ വ്യക്തിയാണ് ഹെലൻ കെല്ലർ. അന്ധതയും ബധിരതയും മൂകതയും ഒന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിമിതികൾ തീർക്കുന്ന കാരണങ്ങളല്ല എന്ന് ഹെലൻ കെല്ലറെ പോലെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മലയാളി പെൺകുട്ടിയാണ് സിഷ്ണ വിരൽത്തുമ്പിലൂടെയാണ് ലോകത്തെ അറിഞ്ഞത്. മറ്റുള്ളവരുടെ ആശയവിനിമയത്തെ ഉൾക്കൊള്ളാനോ സ്വന്തം ആശയങ്ങളെ പ്രകടിപ്പിക്കാനോ കഴിയാത്ത ഒരു കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സിഷ്ണ. പ്രതിസന്ധികളിൽ തളരാതെ പൊരുതി ഹെലൻ കെല്ലറെ പോലെ മുന്നേറിയ മലയാളി പെൺകുട്ടിയായിരുന്നു. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിശേഷണം സിഷ്ണയ്ക്ക് ഉചിതമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ടായിരുന്നു. സിഷ്ണ എന്നായിരുന്നു കുട്ടിയുടെ പേര്. അപ്പം മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിശേഷണം കൃഷ്ണയ്ക്ക് വളരെയധികം യോജിക്കുന്നതാണ്. കാരണം നമ്മൾ അന്ധതയും ഭദ്രതയൊക്കെ തള്ളി മാറ്റി ഉന്നത വിജയം കൈവരിച്ച ഒരാളാണ് ഹെലൻ കെല്ലർ. അതേപോലെ ഈ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിഷയം സുഷ്മയ്ക്കും വളരെയധികം അനുയോജ്യമാണ്. 11ാമത്തിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സുഗതകുമാരി ടീച്ചറിന്റെ സ്നേഹപൂർവ്വം അമ്മമ്മ എന്ന കത്ത് വായിച്ചല്ലോ. അമ്മമ്മയുടെ കത്തിന് നിങ്ങളുടേതായ ഒരു മറുപടി തയ്യാറാക്കുക. അപ്പോൾ അമ്മമ്മയുടെ കത്തിന് നിങ്ങളുടേതായ ഒരു മറുപടി തയ്യാറാക്കാൻ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റും ഡേയും പിന്നെ സ്ഥലമൊക്കെ ഇട്ടിട്ട് ഒരു കോളൊക്കെ വരച്ചിട്ട് എഴുതാം. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, മനോരോഗ ആശുപത്രിയിൽ അമ്മ കണ്ട കാഴ്ച ആരുടെയും കരുളലിക്കുന്നതായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാനസിക നില തെറ്റിയ ചെറുപ്പക്കാരൻ്റെ അമ്മ എന്ന നിലവിളിയും
ക്രമങ്ങളും എൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം തിന്മകൾക്ക് അടിമകളാകുന്നത് എന്നറിയില്ല. അവരെ വീഴ്ത്താൻ ചതിക്കുഴികൾ കുഴിച്ചുവച്ച് പലരും കാത്തിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ പരിസരത്തും ഇത്തരം ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ സംഘടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മയുടെ കത്ത് ഞാൻ കൂട്ടുകാരെ എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ ആർക്കും ഉണ്ടാകാതിരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി കൂട്ടായി പരിശ്രമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ വിവേകം ഞങ്ങൾക്ക് പകർന്നു തന്ന അമ്മയ്ക്ക് നന്ദി. ഉയർന്ന ശിരസ്സോടെ തെളിഞ്ഞ ബുദ്ധിയോടെ അഭിമാനിയായി ഞങ്ങൾ വളർന്നു വരും. ഇത് അമ്മയ്ക്ക്, മാതാപിതാക്കൾക്ക്, നാടിന് ഞങ്ങൾ നൽകുന്ന വാക്കാണ്. സ്നേഹപൂർവ്വം, ഉണ്ണി. അപ്പോൾ ഇതുപോലെ ഒരു മറുപടി കത്ത് നിങ്ങളുടേതായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ സെക്ഷനിലെ ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ. വാർദ്ധക്യം അവസ്ഥയാണ്, ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത അടിസ്ഥാനത്തിൽ ഒരു ഒരു ഉപന്യാസം തയ്യാറാക്കാൻ. അപ്പോൾ ഹെഡിങ് എഴുതുക. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഹെഡിങ് കൊടുക്കുക. ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ്. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 20% വയോജനങ്ങളായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട്. വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ എണ്ണത്തിൽ കേരളം മുന്നിലാണെന്ന് അടുത്തിടെ നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഒറ്റപ്പെടൽ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അവഗണന, ശാരീരിക പീഡനം, ഏകാന്തത, ദാരിദ്ര്യം, രോഗങ്ങൾ തുടങ്ങി വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതിൽ തന്നെ പ്രധാനമാണ് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ. ജോലിക്കായും മറ്റും പുതുതലമുറ അന്യനാടുകളിലേക്ക് ചേക്കേറുന്നതോടെ പ്രായമായ മാതാപിതാക്കൾ നാട്ടിലെ വീടുകളിൽ ഒറ്റപ്പെടുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുടുംബ ബന്ധങ്ങളിലെ ഇഴയടപ്പം കുറഞ്ഞു പോകുന്നതും വൃദ്ധജനങ്ങളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. സ്നേഹവും പരിഗണനയും പരിചരണവും കൂടുതൽ ആവശ്യമായ വാർദ്ധക്യത്തിൽ പലർക്കും അത് ലഭിക്കാതെ പോവുകയാണ്. പുതുതലമുറ പലപ്പോഴും വൃദ്ധജനങ്ങളെ അവഗണിക്കുന്നതായും കാണാം. അവർ കൊണ്ട് വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണിത്. അവരുടെ അനുഭവപരിചയവും അറിവും തങ്ങൾക്ക് മുന്നേറാനുള്ള ഊർജവുമാണ് എന്ന വസ്തുതയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. പ്രായമായവരെ ഉപയോഗമില്ലാത്തവരായി കണ്ട് ഉപേക്ഷിക്കുകയോ വൃദ്ധസദനത്തിലാക്കുകയോ ചെയ്യുന്ന പ്രവണത നിലവിലുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം നല്ല നിലയിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളിൽ എത്തിപ്പെട്ടവരാണവർ. വയോജനങ്ങളെ ദുർബല വിഭാഗമായി കാണാതെ അവരുടെ ഒരുപാട് കാലത്തെ അറിവും അനുഭവങ്ങളും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ട്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രായമായി എന്നതുകൊണ്ട് മാത്രം ഒരാളും അവഗണിക്കപ്പെടാൻ പാടില്ല. 2 തലമുറകൾ, പഴയതും പുതിയതും, ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ലോകം മനോഹരമാകും. പഴയ അറിവും പുതിയ അറിവും സംഗമിക്കുമ്പോഴാണ് അറിവ് പൂർണ്ണമാകുന്നത്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ വാർദ്ധക്യമായവരും ചെറുപ്പക്കാരും എല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മൾ ലോകത്തിനും ഒരു പുതിയ വെളിച്ചമൊക്കെ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? നമുക്ക് പഴയ അറിവും പുതിയ അറിവും ചേർന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറിവുകൾ കൂടുതൽ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും വയോജനങ്ങൾ അവർ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് കൊള്ളുന്ന തണലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരൊരിക്കലും അകറ്റി നിർത്തരുത്. അപ്പോൾ ആ രീതിയിൽ അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത പറഞ്ഞ് ഒരു ഉപന്യാസം തയ്യാറാക്കാനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിജയിക്കണമെന്ന ലക്ഷ്യമാണ് തോൽക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ വിജയിക്കണം എന്ന ലക്ഷ്യമാണ് തോൽക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കാൻ, ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഈ ലോകം വിജയിച്ചവരെ കൊണ്ട് പരാജയപ്പെട്ടവരോട് ചോദിച്ചാലറിയാം. നമ്മൾ ഈ ലോകം വിജയിക്കണമെങ്കിൽ പരിശ്രമിക്കണം. പരാജയങ്ങളെ ഭയപ്പെടുത്തുക. പരാജയം നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോവുക. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തുക. ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരിക്കലും തോൽവി എന്ന് പറയുന്നത് അവസാനമല്ല. വിജയത്തിന്റെ മുന്നോടിയാണ് എന്തെന്ന് പറയുന്നത് തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മൾ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കും, പക്ഷെ നമ്മൾ കൂടുതൽ പരിശ്രമിച്ച് മുന്നോട്ടേക്ക് വരേണ്ടതിരിക്കുന്നു. അപ്പോൾ വിജയം തീർച്ചയായും എന്തായിരിക്കും, നിങ്ങളുടേതായിരിക്കും. നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാഷണം ചുരുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്, അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.